ആ ചെറുക്കന്റെ ഭായി പോയി. ഇവിടുത്തെ പെമ്പിളരുടെ കാര്യം കഷ്ടത്തില്ല. സ്കൂളിലോ കോളേജിലോ പോകാൻ പറ്റുമോ? ഇതൊക്കെ കുറച്ച് നേരത്തെ ആലോചിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ആഴ്ച വിട്ടേക്കലായിരുന്നു ഓരോന്നിനെ. അച്ഛന്റെ അടുത്ത് ഇങ്ങനൊന്നും പോയി പറയല്ലേ അങ്ങളെ. ഇപ്പൊ തന്നെ മനസ്സ് തകർന്നിരിക്കുക. എല്ലാം ശരിയാക്കാം, വക്കീല് ജാമ്യത്തിലിറക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അച്ഛന്റെ അടുത്ത് പറയാനുള്ളേ. ഞാൻ ഇനിയിപ്പം എന്നൊക്കെ പറഞ്ഞാലും ശരി, നാളത്തെ പത്രം വായിക്കുമ്പോ എല്ലാം തീരും. പ്രതികൾ 4 പേരുടെയും പടം 1-ാം പേജ് തന്നെ അടിച്ചു വരും. പീഡനം നടന്ന വീടിന്റെ പടം, പീഡിപ്പിച്ച മുറി, കൊടുത്ത മയക്കുമരുന്ന്, അത് കലക്കിയ ബോട്ടില്, പെങ്കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോയ കാറ്, തിരിച്ചു കൊണ്ടുവന്ന കാറ്, സകലതും പത്രത്തിൽ വരും. നമ്മൾ കുറെ പീഡന കേസുകള് പത്രത്തിൽ കണ്ടിട്ടുള്ളതല്ലേ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എന്നെ ബാലേട്ട ഏൽപ്പിച്ചിരിക്കുന്നത്, വേറെ ആരും ഇല്ലല്ലോ. അങ്കിള് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, അച്ഛന്റെ അടുത്ത് നിന്നാ മതി. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്നതാ അങ്ങളെ പ്രശ്നം? ഒന്നും അറിഞ്ഞില്ലേ ഇവിടെ നടന്നത്? രോഹിയേട്ടനെ പോലീസ് പിടിച്ചു. ഒരു വക്കീലിനെ വെച്ച് ജാമ്യത്തിൽ ഇറക്കിയാ മതിയല്ലോ. അതൊക്കെ നടക്കുമോ നോക്കണം. ഞങ്ങളോട് എന്തോ ഒന്നും പറയാതെ എല്ലാം അലീന മാത്രം അറിഞ്ഞാ മതിയോ? അവളാണോ ഞങ്ങളാണോ അച്ഛന്റെ മക്കൾ? അതോ ഞങ്ങൾ ഇവിടുത്തെ ജോലിക്കാരാണോ? അവളോട് മാത്രം ചർച്ചയും കൂടിയാലോചനയും ഞങ്ങൾക്ക് അവളുടെ അത്രയും സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടാണോ? എന്റെ കൊച്ചെ, നീ ആദ്യം ഒന്ന് നിർത്തി നിൽക്കേ. നിന്റെ അമ്മ 2 കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുക. അതേ ഹോസ്പിറ്റലിൽ ICUല് നിന്റെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. നിന്റെ ആങ്ങള ബലാത്സംഗ കേസിൽ പോലീസിന്റെ ഇടിയും വാങ്ങിച്ച് പോലീസ് ക്യാമ്പിൽ കിടക്കുന്നു. നാളെ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയുണ്ടല്ലോ, നാട്ടുകാർ നിന്റെ നേരെ കല്ലെറിയും. അതുകൊണ്ട് എന്റെ പൊന്നു കൊച്ച് ഒന്ന് അഹങ്കരിക്കാൻ എനിക്ക്. നിന്നോട് കുറെ വിവരങ്ങൾ പറഞ്ഞാ നിന്നെ എന്തിനു കൊള്ളാം, വല്ലതും ചെയ്യാൻ പറ്റും നിനക്ക്? നിനക്ക് എന്താ അറിയേണ്ടത്? ഞാൻ പറയാം, എന്നോട് ചോദിക്കും. ഓ, നിനക്കാണ് ഇവിടുത്തെ മീഡിയയുടെ കുത്തക അല്ലേടി? നീ ചിരിച്ചും കണ്ണു കാണിച്ചും എല്ലാവരും വശത്താക്കി വെച്ചിരിക്കുകയാണല്ലേ? അതെ, അതുകൊണ്ടാ പറഞ്ഞത്. നിനക്ക് എന്തറിയണമെങ്കിലും എന്നോട് ചോദിച്ചാ മതി. അങ്ങനെ നീ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയണ്ട. മറ്റുള്ളവർക്ക് നീ വലിയ ആളായിരിക്കും, എനിക്ക് നീ വെറും പുല്ല. എന്റെ തലമുടി നാരന്റെ വില പോലും ഇല്ല നിനക്ക്. മനു, വാതിൽ തുറക്ക്. മനു, മോനെ മനു, ഒന്ന് വാതിൽ തുറക്കണ. മനു, അവിടെ ഗേറ്റില് ഭയങ്കര ബഹളം. എന്ത് ബഹളം? കുറെ ആൾക്കാര് ഗേറ്റ് അടിച്ച് പൊളിക്കുക, കല്ലൊക്കെ വലിച്ചെറിയുന്നുണ്ട്. തെരെ വിളിക്കാടാ. അതിന് ഞാൻ എന്ത് വേണം? എടാ, ഒന്നങ്ങോട്ട് ചെല്ലടാ. ഇളയ മകനല്ലേ ഹരി, അമ്മ വളം വെച്ചു കൊടുത്ത് വലിയ ആളാക്കിയവൻ അവനെ തേടി വന്നാ അവന് പൂമാനായിട്ട് കൊടുക്കാനായിട്ട് അത് ഞാൻ ചെന്ന് സ്വീകരിക്കണല്ലേ? എടാ മോനെ, നീ ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ല്. എന്തേലും ഒന്ന് പറ. നീ പോലീസിനെ വിളിച്ച് പറ, ഇല്ലെങ്കിൽ അവരിതെല്ലാം കൂടി അടിച്ച് പൊളിക്കും. വലിയ വാളിയോട് അകത്ത് കയറി ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. ഇതൊക്കെ മാറിയവരും പെങ്കൊച്ചിനെ പിടിപ്പിക്കണേ. ഇറങ്ങി വാടാ. മനു, ആൾക്കാരെ നോക്കിക്കാതെ ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. ഇറങ്ങി വാടാ. എന്തുവാടാ കാണിക്കണേ? ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. ഇറങ്ങി വാടാ. ഇങ്ങനെ മക്കളെ വെച്ച് വളർത്തുന്നത്. ഇറങ്ങി വാടാ, കാണിച്ചു പെങ്കൊച്ചിനെ പിടിപ്പിക്കണേ. ഇറങ്ങി വാടാ. മനു, അമ്മ അകത്തേക്ക് കയറി പൊക്കോ. ചെല്ല്. എന്താണ് ഇവിടെ ബഹളം? ബലാത്സംഗം എന്താണ് ബലാത്സംഗം ചെയ്ത ലോകമേ കിടപ്പുണ്ട്. നിനക്ക് വീട് തല പിടിക്കണോ? ജീവിക്കണോടാ? നിന്റെ പേരോട് പറയണ ഇവരെയൊക്കെ പിടിക്കണോ? വേഗം കുറെ സദാചാര പോലീസുകാർ നേരെ നിന്ന് കാര്യം പറയാനുള്ള നട്ടൽ ഒരുത്തനുമില്ല. അതില്ല സാറേ, സദാചാര പോലീസുകാരല്ല, അസൂയ പോലീസാ. അവന് കിട്ടിയില്ല, അതിന്റെ കലിപ്പാ. മോനെ മനു, അവരൊക്കെ പോയോ മോനെ? ഇപ്പൊ ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഒരു പോലീസ് ജീപ്പ് കണ്ടപ്പോ എല്ലാം വരണ്ടോടി. നാട്ടുകാർ കൂടി ഇങ്ങനെ തുടങ്ങിയാ നമ്മൾ എന്നാ ചെയ്യും? നമ്മളിങ്ങനെ വീട് അടച്ചുപൂട്ടി ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കും. എടാ മോനെ, ഹരിയുടെ കാര്യം അന്വേഷിക്കണ്ടേ? അത് പോലീസ് വേണ്ട പോലെ അന്വേഷിക്കുന്നുണ്ടമ്മേ. എടാ, നമ്മൾ ആരെങ്കിലും പോയി കാണണ്ടേ പോലീസുകാരെ? ഇല്ലെങ്കിൽ ആരും ഇല്ലാത്തവനാണെന്ന് വിചാരിച്ച് ആ പോലീസുകാർ അവനെ തല്ലി ചതക്കില്ലേ? ഹരി എല്ലാവരും ഉള്ളവനാണെന്ന് പോലീസിന് നന്നായിട്ടാണ്. അവന്റെ അച്ഛൻ ശിവശങ്കര മേനോൻ ഗൾഫിൽ പോയി പണിയെടുത്ത് കാശ് ഉണ്ടാക്കുന്നുണ്ടോന്നും അറിയാം. ഒന്നും അറിയാത്ത പൊട്ടന്മാരൊന്നും അല്ല പോലീസുകാർ. എടാ, പോലീസിന് കുറച്ച് കാശ് കൊടുത്തിട്ട് ഹരിയെ ഒരുപാട് തല്ലി ചതക്കല്ലേന്ന് പറയാലോ. കിട്ടാനുള്ളതൊക്കെ ഇതിനകം അവനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി സബ് ജയിലിൽ ചെല്ലുമ്പോ ബാക്കിയുള്ളവർക്ക് പോലീസ് ഇടിച്ചില്ലെങ്കിലേ അവിടുത്തെ സെല്ലിൽ കിടക്കുന്ന വേറെ തടവുകാരല്ലേ, അവർ ശരിക്കും പിടിച്ചു പൊട്ടിക്കും. അവരൊക്കെ നാളെ വിവരം അറിയും. ഇവന്മാരെ 4 പേരും കൂടി ഒരു പെങ്കൊച്ചിനെ പിച്ച് കീറിയിട്ടാ വന്നിരിക്കും. നീ എന്നെ സമാധാനിപ്പിക്കുന്നതിന് പകരം ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുവാണോ? അമ്മ പേടിക്കണം. അമ്മയ്ക്ക് ഒരു പേടിയില്ലായിരുന്നല്ലോ ഇളയ മോനെ പറ്റി. ഞാൻ അവന്റെ കാര്യമെല്ലാം പറയുമ്പോ എന്നെ കടിച്ചു കയറാൻ വരുമായിരുന്നു. നീ കുറച്ചു നേരം പേടി. ഹരി ഒറ്റയ്ക്കല്ലല്ലോ, ബാലേന്ദ്രന്റെ മോനും ഉണ്ടല്ലോ. അത് വലിയൊരു ആശ്വാസമല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ, ശരിക്കും അലീനല്ലേ ഇതിനൊക്കെ കാരണം? സത്യം പറ, അവളല്ലേ? സംശയം എന്തുവാ? നിനക്ക് ഇപ്പഴേലും മനസ്സിലായല്ലോ. അവൾ ഒറ്റ ഒരുത്തിയാ സർവനാശം ഉണ്ടാക്കിയത്. 2 കുടുംബം നശിപ്പിച്ചു. സമ്മതിച്ചത് ഈ ജന്മത്ത് നന്നാമത് ഈശ്വരൻ വിചാരിച്ചാലും രക്ഷയിൽ. തലക്കത്തെ വൈറസാ, കോവിഡ് വൈറസിനെക്കാളും ഭീകരം. കമലേ മനോഹരല്ലാരും ഇത് എവിടെ പോയിരിക്കുക? ഒരാളെങ്കിലും വിളി കേൾക്കണം. രഞ്ജുവേ, മനു. മുത്തശ്ശി, ഇത് എന്നെ ഇവിടെ കിടന്ന വലിയൊരു ബഹളം. ഏതാ മോനെ, ഞാൻ എത്ര നേരം കൊണ്ട് ഓരോരുത്തരെ വിളിക്കുന്നേ? എന്നെ മുത്തശ്ശി വിശക്കുന്നുണ്ടോ? കാപ്പിയോ ചായ എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? കുറച്ചു മുമ്പ് മുതലെക്കറിയുന്ന തെറി വിളിക്കുന്ന കേട്ടു. എല്ലാത്തിനാടാ? ഇവിടെ നിങ്ങൾ ആരും അതൊന്നും കണ്ടില്ലേ? ഗെയിമിന് അടിക്കുന്ന ഒച്ചയും കേട്ടല്ലോ. മുത്തശ്ശി, ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. എവിടെയോ? ഇവിടെ വെച്ചാൽ നമ്മുടെ കുടുംബത്തില് ഞാനത് മറച്ചു വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ മുത്തശ്ശി എല്ലാം അറിയാതെ പറ്റത്തില്ല. എന്നതാണ് മോനെ ഉണ്ടായേ? നമ്മുടെ ഹരിയില്ലേ, അവനൊരു പെങ്കൊച്ചായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അവനെ ഇഷ്ടപ്പെടാൻ ഒരു പെണ്ണുണ്ടായോ? ഇപ്പോഴത്തെ പെമ്പിളർക്ക് സത്യസന്ധര അല്ലല്ലോ വേണം. കുറച്ച് ഉടായ്പൊക്കെ ഉള്ള കലിപ്പന്മാരെയാ. ഹരി അതിന് പറ്റിയ ഒരുത്തരാണല്ലോ. അവനെ പെങ്കൊച്ചിനെ
കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് മേലുകാവ് മറ്റത്തെ ആൾത്താമസത്തിനകത്ത് വീട്ടിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ബർത്ത്ഡേയും ഇല്ല, ഒരു മണ്ണാങ്കട്ടയിൽ അവന്റെ 3-4 കൂട്ടുകാരുണ്ടായിരുന്നു. എന്റെ ഭഗവാനെ, ആ പെങ്കൊച്ച് ഇപ്പൊ താലൂക്ക് ആശുപത്രി കിടക്കുക. ഹരിയും കൂടെ ഉണ്ടായിരുന്ന 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂരപ്പ, ഇതൊക്കെ എന്നാ മോനെ സംഭവിച്ചേ? എപ്പോഴാ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഇന്നലെ സംഭവം നടന്നത്. ഇന്ന് രാവിലെ വെളുപ്പിന് ഹരി കൂട്ടുകാരന്റെ വീട്ടിൽ പോയായിരുന്നേ. അവന്റെ പേര് നരൻ. അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയതാ ഹരി. അപ്പൊ അവനോട് ചെന്നപ്പോ പോലീസ് അവിടെ ഉണ്ട്. മറ്റവനെ ആദ്യം പോലീസ് പിടികൂടിയിട്ട് അവനെ കൊണ്ട് ഹരി വിളിപ്പിച്ച. ചതിയല്ലേടെ മോനെ അത്. ആദ്യം അതറിയാതെ പോലീസിനെ വയലോട്ട് ചെന്ന് വീണു. ഹരിയെ പോലീസ് പിടിക്കണ്ടായിരുന്നോ? അല്ല മോനെ, അവൻ നമ്മുടെ ചെറുക്കൻ കൊള്ളാം, മുത്തശ്ശിയുടെ ന്യായം കൊള്ളാം. എന്നാ വേറെ ഒന്നുകൂടെ കേട്ടോ. വൈജയനിയുടെ മകനുണ്ടല്ലോ രോഹിത്, അവനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ജഗദീശ്വര അവനും ഉണ്ടായിരുന്നു ഹരിയുടെ കൂടെ. മനു അറിഞ്ഞു. അറിയാതെ ഇരിക്കൂ. നാളത്തെ സകല പത്രത്തിലും ഫ്രണ്ട് പേജിൽ അച്ചടിച്ചു വരും വാർത്തയും 4 പ്രതികളുടെ ഫോട്ടോയും. പെൺകുട്ടിയെ പീഡിപ്പിച്ച 4 പേർ. 1-ാം പ്രതി കൈതക്കൽ മാളിക വീട്ടിൽ ഹരിശങ്കർ. 2-ാം പ്രതി നെടുമ്പുരയ്ക്കൽ രോഹിത് ബാലേന്ദ്രൻ. കേൾക്കാതെ പറ്റത്തില്ല മുത്തശ്ശി. ഇതെങ്ങനെ സഹിക്കണം? സഹിക്കണം. ഭർത്താവിനെയും ആങ്ങളമാരെയും അമ്മയും എല്ലാരെയും വെല്ലുവിളിച്ചോണ്ട് വീട്ടിൽ നിന്ന് ചാടുമ്പോ ഓർക്കണം, ഇങ്ങനത്തെ തിരിച്ചടികളൊക്കെ ഉണ്ടാവുന്നു. അവനവൻ ജയിക്കാൻ വേണ്ടി ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുമ്പോ തോറ്റുപോകുന്ന സ്വന്തം മക്കളാണെന്ന്. എടാ മോനെ, അവളെന്നെ പിഴച്ചു. പാലേതരല്ലേ തോന്നിയാസം നടന്നതും കണ്ടപ്പെടുക്കട്ടും കൂടെ പോയതും മകളാണെന്ന് പറഞ്ഞിരുത്തി. മുത്തശ്ശിയുടെ മകളൊന്നും പിഴച്ചില്ലേ? ആഗ്രഹ പോയി താമസിച്ച കാലത്ത് ഒരുത്തന്റെ കൂടെ നടന്ന ഗർഭിണിയായതോ നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ കൊണ്ട് മുത്തശ്ശനും രാവണിയും അമ്മാരും കൂടി ആനയുടെ രഹസ്യ പ്രസവം നടത്തിയതോ ആ കുഞ്ഞിനെ വെല്ലടത്ത് കൊണ്ടുപോയി എറിഞ്ഞിട്ട് ചത്തുപോയെന്ന് കള്ളം പറഞ്ഞതോ. എന്നിട്ട് നല്ല പിള്ള ചമയുന്നു. നാണില്ലേ നിങ്ങൾക്ക്? മറ്റുള്ളവരെ കുറ്റം പറയും. അവനവന്റെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കണം. ഞാൻ നല്ലതാണോ? സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, സദുദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എടാ മോനെ, എന്നാലും എന്നോട് ഇങ്ങനെ മുത്തശ്ശി, നിങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഫലമാണ് അടുത്ത തലമുറ അനുഭവിക്കുന്നത്. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് കർമ്മത്തിനും അതിന്റേതായ പ്രതിഫലം. അത് സത്കർമ്മ ആയാലും ദുഷ്കർമ്മ ആയാലും ചിലപ്പോ തലമുറകൾ കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ കണ്ടില്ലേ? ഇനിയും എന്നെ ചെയ്യും മോനെ. ശിവനെയും രാജീവിനെയും വിവരം അറിയണ്ടേ? അറിയിച്ചു. അമ്മ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാ പറയാം. അച്ഛൻ യാത്രയില്ല. ഞാനും വിളിച്ചു. ഓഫീസിൽ വിളിച്ചപ്പോ കമ്പനിക്കാരത്തിന് സൗദിയിലോട്ട് പോയെന്നാ മറുപടി കിട്ടിയത്. മുത്തശ്ശി കിടന്ന് ഞാനൊന്ന് വിളിക്കട്ടെ. ഇവന്റെ സകല ചരിത്രവും ഞങ്ങൾ ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഇവൻ കുടിച്ച മുലപ്പാലുണ്ടല്ലോ, അതുവരെ ഛർദിപ്പിച്ചു.